വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംക്കാൾ കൂടുതൽ പാപികളായിരിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. പശ്ചാത്താപത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും. യേശു ജനങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരവസരമായിരുന്നു അത്. ഇന്നത്തെ സുവിശേഷ പശ്ചാത്തലത്തിൽ വിവരിക്കുന്ന ആ അവസരം ജനങ്ങളെ പശ്ചാത്താപത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് യേശു. യേശുവിന്റെ പ്രബോധന രീതി ശ്രദ്ധാർഹമായ ഒന്നാണ് എന്ന് നാം ഗ്രഹിക്കണം. യേശു സമകാലീനമായിട്ട് ആ നാട്ടിൽ നടന്ന 2 ദുരന്തങ്ങളെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഉതകുന്ന 2 ദുരന്തങ്ങളായിരുന്നു അവ. അതിലൊന്ന് സിനഗോഗ് പ്രാർത്ഥനാ സമ്മേളനത്തിൽ പന്തിയോസ് പീലാത്തോസിന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് നടന്ന ഒരു കൂട്ടക്കുരുതിയായിരുന്നു. ആ കുരുതിയിൽ ഇരയായ അനേകം യഹൂദന്മാർ അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടു. യേശു ആ സംഭവം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോടായിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ആ കൂട്ടക്കുരുതിയിൽ നിങ്ങൾ അകപ്പെടാതിരുന്നത് നിങ്ങളുടെ പുണ്യം കൊണ്ടാണോ, നിങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടാണോ, നിങ്ങളുടെ നന്മ കൊണ്ടാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല മക്കളെ, അങ്ങനെ വിചാരിക്കരുത്. അത് നിങ്ങളുടെ ശ്രേഷ്ഠതയും നിങ്ങളുടെ നന്മയും കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നതല്ല ശരി. ദൈവത്തിന്റെ അനന്തമായ പരിപാലനാ വിശേഷത്തില് ദൈവത്തിന്റെ കാരുണ്യത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആപത്തിൽ നിന്ന് വിമുക്തരായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നന്ദിയുള്ളവരാകണം. രണ്ടാമത്തെ ദുരന്തം യേശു അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ശീലോഹ പട്ടണത്തെ പ്രദേശങ്ങളിൽ പണിത് ഉയർത്തപ്പെട്ടിരുന്ന ഒരു ബഹുനില കെട്ടിടം പല പ്രശ്നങ്ങളാൽ അത് ഇടിഞ്ഞു വീഴാനിടവരുന്നു. അങ്ങനെ ആ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഇടിഞ്ഞു വീണതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ തൊഴിലാളികളായിട്ടുള്ള 10-18 പേർ അവിടെ അതിദാരുണമായിട്ട് മരിക്കാനിടവരുന്നു. ആ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു സംഭവമായിരിക്കണം അത്. യേശു എന്നിട്ട് ജനങ്ങളോടായിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആ ദാരുണമായിട്ടുള്ള ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടവന്നത് നിങ്ങളുടെ മേന്മ കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, നിങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങൾ ദൈവത്തിന്റെ കാരുണ്യത്താൽ അതിൽ നിന്ന് വിമുക്തരായി. അങ്ങനെ മറ്റൊരു അവസരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ കൂടെ നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എന്നെങ്കിലും ഈ തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് നിങ്ങളും ഇടയാകാം. അത് പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളാണത്. അത് പെട്ട് നിങ്ങളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് തന്നെ നിങ്ങൾ തെറ്റുകളിൽ നിന്ന് വിമുക്തമായി, അങ്ങനെ തെറ്റിന്റെ സാന്നിധ്യത്തിൽ അതിനെപ്പറ്റി പശ്ചാത്തപിച്ച് അതിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇടവരണം എന്നുള്ള സന്ദേശമാണ് നാം ഉൾക്കൊള്ളേണ്ടത് എന്ന് യേശു അവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും. മനുഷ്യ സഹജമാണ് തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷെ അതേ സമയത്ത് തന്നെ ആ ഉണ്ടായ തെറ്റ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തിരുത്തുക, പശ്ചാത്താപത്തോടു കൂടെ വേണ്ട തിരുത്തലുകൾ നടത്തുക എന്നുള്ളത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് എന്ന ആശയമാണ് യേശു അവർക്കായിട്ട് നൽകുന്നത്. അതുകൊണ്ട് പശ്ചാത്താപം വളരെ പ്രാധാന്യമേറിയതും
ജീവിതത്തിൽ പ്രസക്തി ഏറിയതുമായിട്ടുള്ള ഒരു മനോവ്യാപാരമാണ് എന്ന സത്യം അവരെ പഠിപ്പിക്കുകയാണ് യേശു നാം ഇപ്പോ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലൂടെ എന്ന് നമുക്ക് കരുതാം.